Sir. Good morning, son. Good morning. Please sit here. Oh, thank you. Bhaskar. ഞാൻ ഡാൻസിംഗ് ക്ലാസ് പോവാണ്. ഡാഡി ഡാഡി ഈ ചാണ്ടി ഉണ്ടല്ലോ പിന്നെ എക്സ്ക്യൂസ് മീ. ഇതെന്തൊരു അന്യായമാണ്. ഈ വീട്ടിൽ എല്ലാം പുതുമയായിരിക്കുന്നല്ലോ. ഞാൻ ഇരുന്നോളാം. ദേവി എന്റെ കഴുത്തിന് മാത്രം പിടിക്കരുത്. എന്റെ പൊന്നു മിസ് പങ്കിയമ്മേ, നേരത്തെ രണ്ടുപേരും വന്ന് എന്റെ കഴുത്തിൽ പിടിച്ച വേദന ഇതുവരെ മാറിയിട്ടില്ല. പാടില്ല. ദേവി എന്റെ അടുത്ത് വരരുത്. ഇരിക്കണം. ഇരുന്നില്ലെങ്കിൽ മുതലാളി ഞങ്ങളെ ഡിസ്മിസ് ചെയ്യും. എന്റെ അടുത്ത് വരരുതെന്നാണ് പറഞ്ഞത്. വന്ന കാര്യം വേറെ. കാപ്പി കുടിക്കണം. Good morning, Mr. Chandran. എന്റെ കുട്ടികൾക്ക് പറ്റിയ അബദ്ധം ഞാൻ അറിഞ്ഞു. ക്ഷമിക്കണം. സാരമില്ല. അവരെന്റെ കഴുത്തിൽ പിടിക്കുന്നതിന് മുമ്പ് അങ്ങ് ഇവിടെ എത്തിയല്ലോ. പിന്നെ എന്താ ഇങ്ങോട്ടൊക്കെ? കാര്യം തുറന്നു പറയുന്നതിൽ ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചില സംശയങ്ങളൊക്കെ തീർക്കാനുണ്ട്. നിങ്ങളെപ്പോലെ രാജ്യസേവനം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന് എന്ത് സഹകരണവും നൽകേണ്ടത് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും കടമയാണ്. താങ്ക്സ്. നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വം തകർക്കാൻ ചില മറുനാടൻ ഏജന്റന്മാർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മാതൃഭൂമിക്ക് ദ്രോഹം ചെയ്യുന്നവർ മഹാപാപികളാണ്. അങ്ങനെയുള്ള ഒരുവന്റെ ഡയറിയിൽ അങ്ങയുടെ പേര് ഞാൻ കണ്ടു. എന്റെ പേര്? ആരാണവൻ? അവന്റെ പേരെനിക്കറിഞ്ഞൂടാ. S31 എന്നൊരു മാർക്കുണ്ട്. കൊള്ളക്കാരനായിരിക്കും. എന്റെ ബംഗ്ലാവും കൊള്ളയടിക്കാൻ അവൻ ഉദ്ദേശമുണ്ടായിരുന്നിരിക്കണം. അതാവാം അതിൽ എന്റെ പേര് കണ്ടത്. അതെ, ആ ഡയറി എവിടെ? ഡയറി കൈമറിഞ്ഞു പോയി. ഉടനെ അത് പോലീസിൽ ഏൽപ്പിക്കേണ്ടതായിരുന്നു. എങ്കിൽ എനിക്കെങ്കിലും രക്ഷ കിട്ടുമായിരുന്നു. ഇവിടുത്തെ ഈ ഗൂഢസംഘത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അങ്ങക്ക് വല്ലതും അറിയാമോ? മിസ്റ്റർ ചന്ദ്രൻ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ജീവിതത്തിൽ അധിക കാലവും ഞാൻ പേർഷ്യയിലായിരുന്നു. ധാരാളം പണവും ഉണ്ടായി. ഇനിയുള്ള കാലമെങ്കിലും ജനിച്ച നാട്ടിൽ സുഖമായി സമാധാനമായി ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് താമസമാക്കിയത്. അങ്ങക്ക് സ്വാമിജി അറിയാമോ? അദ്ദേഹം ഇന്നത്തെ ലോകത്തിന്റെ ആത്മീയ ചൈതന്യമാണ്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, സ്ഥലം, ആശ്രമം, സ്വത്തുക്കൾ എല്ലാം നൽകിയത് ഞാനാണ്. അപ്പോ സ്വാമിജി അങ്ങയുടെ ഒരു ബന്ധു കൂടിയാണല്ലേ? അതെ. എനിക്ക് കിട്ടിയ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് സത്യാവസ്ഥ അന്വേഷിക്കാമല്ലോ എന്ന് കരുതി ഞാൻ വന്നേ ഉള്ളൂ. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നടത്തി. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. Now I must introduce my children. Kale, Male. പേടിക്കണ്ട മിസ്റ്റർ ചന്ദ്രൻ, രണ്ടും എന്റെ മക്കളാണ്. ഇത് മാല, അത് കല. ഇത് ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ജയചന്ദ്രൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ പിന്നെ ഞങ്ങളെ ഭയന്നാണോ ഇത്ര പെട്ടെന്ന് യാത്ര? അയ്യോ, അതൊന്നുമല്ല. എന്നാൽ ഞങ്ങളുടെ സ്വീകരണം ഭയന്നിട്ടായിരിക്കും. മിസ്റ്റർ ചന്ദ്രൻ, നാളെ മുതൽ എന്റെ ബംഗ്ലാവിന്റെ മുൻപിൽ ഞാനൊരു ബോർഡ് എഴുതി വെക്കാൻ പോവുകയാണ്. എന്താണത്? ചില വീടുകളുടെ മുൻപിലൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടെ കടിക്കുന്ന നായയുണ്ട്, സൂക്ഷിക്കുക എന്ന്. അതുപോലെ ഇവിടെ പെൺകുട്ടികളുണ്ട്, സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന പലർക്കും ഈ കഴുത്തിൽ പിടിയും വേദനയും ഇല്ലാതെ രക്ഷപ്പെടാം. നിങ്ങളൊരു പോലീസ് ഓഫീസറല്ലേ? കുറ്റം ചെയ്ത പ്രതികളെ വെറുതെ വിടരുത്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒന്നാം പ്രതി മാലയുടെ പ്രവൃത്തി. ഞങ്ങൾ ഓർക്കുന്നതിനെങ്കിലും ഒരടയാളമായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. Right.